നമസ്കാരം, ഞാനാണ് ജുനൈദ്. അപ്പൊ നമ്മളുടെ ജുനൈദ് നെയ്താരത്ത് കേട്ടാ. ജുനൈദ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ജുനൈദ് നെയ്താരത്ത് എന്ന് പറഞ്ഞാൽ ആരും വിഷമം വിചാരിക്കണം. ജുനൈദ് നെയ്താരത്ത് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ ചാനലായി നിങ്ങൾ എല്ലാവരും നൂലാമാല മീഡിയ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ബെൽബട്ടൺ ചെയ്യുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ള കേന്ദ്രമന്ത്രി അമിത്ഷാ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ഒരു സ്ഥലത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് എവിടെയാണെന്ന് നമ്മൾക്ക് ആലോചിക്കാം, ചിന്തിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ മറുപടിയും പറയാം. നമ്മളുടെ ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതിന്റെ മറുപടിയും നിങ്ങൾ പറയുക. കാസർഗോഡ്, തൃശ്ശൂർ, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, വടകര, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, പിന്നെ വരുന്നത് ചാലക്കുടി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, പിന്നെ വരുന്ന കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട, തിരുവനന്തപുരമാണ്. ഈ തിരുവനന്തപുരം വരെയുള്ള ഈ 20 മണ്ഡലത്തിൽ എവിടെയാണ് BJP അക്കൗണ്ട് തുറക്കുക? എല്ലാവരെയും ഒറ്റനോട്ടം ആകെ നിൽക്കുന്നത് തൃശ്ശൂരും തിരുവനന്തപുരമാണ്. പക്ഷേ അതിന്റെ ഇടയിൽ വയനാട് ഓപ്പൺ ചെയ്യുമോ? BJP എന്തായാലും അക്കൗണ്ട് തുറക്കുമോ? കെ സുരേന്ദ്രൻ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. പിന്നെ ആറ്റിങ്ങലിൽ ആരാണ് മത്സരിക്കുന്നത്? ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് മുരളീധരനാണ്. പിന്നെ മത്സരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴയാണ്. ആലപ്പുഴ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. പിന്നെയാണ് നോക്കുന്നത് തൃശ്ശൂർ നമ്മളുടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. എവിടെയാണ് BJP ഓപ്പൺ ചെയ്യുക? ഇപ്പോ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറയുകയായിരുന്നു അമിത്ഷാ, കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുമെന്ന്. അത് തൃശ്ശൂരാണോ എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂരാണോ? ഇനി നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ കമന്റുകളും നിങ്ങൾ നമ്മളെ അറിയിക്കുക. അപ്പോൾ സുരേഷ് ഗോപിയാണോ ഇനി തൃശ്ശൂർ അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ മുരളീധരനാണോ, അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനാണോ? ആരായിരിക്കും അക്കൗണ്ട് തുറക്കുക? അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരിക്കുമോ അക്കൗണ്ട് തുറക്കുക? എന്തായാലും 4 സ്ഥാനാർത്ഥികളാണ് ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിൽ നിൽക്കുന്നത്. അതും കേന്ദ്രം പറഞ്ഞു ഏതെങ്കിലും കേരളത്തിൽ ഒരു സ്ഥലത്ത് BJP അക്കൗണ്ട് തുറക്കും, അത് കഴിഞ്ഞിട്ട് ഇപ്പം തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുമെന്ന്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നാളെ നമ്മൾ ഇതിനെപ്പറ്റി ബാക്കിൽ പോകുന്നതായിരിക്കും. അപ്പൊ കേരളത്തിൽ എവിടെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള സ്ഥലം? എന്തായാലും അതിനെപ്പറ്റി ഒരു എൻക്വയറി നമ്മൾ നടത്തുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടുന്നു. നാളെ ഇതിന്റെ ലൈവ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ആർക്കാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നത്? സുധാകരൻ, എന്താ പറയാ, നമ്മൾ സുരേന്ദ്രനാണോ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനാണോ, അല്ലെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപിയാണോ, അല്ലെങ്കിൽ മുരളീധരനാണോ? ആരാന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു നാളത്തെ നമ്മളുടെ ചാനലിന്റെ ലൈവ് പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ മെസ്സേജായി അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും ഒക്കെ പറ്റുന്നതായിരിക്കും എന്ന കാര്യമാണ്. ഇത് ഫുള്ളായിട്ട് അറിയുന്നതല്ല. അപ്പൊ പല ആൾക്കാരും കമന്റിൽ കൂടെ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഞാൻ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാപ്പ് അപേക്ഷിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ. ഇങ്ങനെയല്ലേ എല്ലാവരും ഒന്ന് വളരുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രോത്സാഹനം. എന്തായാലും നിങ്ങളുടെ പല നാട്ടിലുള്ള ഇപ്പൊ മറ്റേ എന്താ പറയാ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് 2-3 സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. പിന്നെ നമ്മൾ കൂട്ടുകാരന്മാർ ലണ്ടനിലുള്ളവരൊക്കെ ജസ്റ്റ് വിളിച്ചിരുന്നു, ജുനൈദ ഒന്നുകൂടി അത് ക്ലിയർ ആക്കി ചെയ്യണം. അപ്പൊ നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും, ഇപ്പൊ നമ്മളുടെ അമ്മമാര്, പെങ്ങന്മാര്, ചേച്ചിമാര്, ചേട്ടന്മാര് എല്ലാവരും ഇത് കാണുന്നവര്. എന്തായാലും ഒരു അനിയനോടുള്ള ഒരു റിക്വസ്റ്റ്, എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അനിയൻ നിങ്ങളോട് റിക്വസ്റ്റ് വയ്ക്കാൻ, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ കമന്റ് കൂടെ നല്ല രീതിയിൽ അതിനെ ഒന്നും കൂടി എൻ്റെ അനിയൻ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ, എൻ്റെ അനിയൻ നന്നായിക്കോട്ടെ, എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്നാലാണ് അതെനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക. നാളെ എന്തായാലും കേരളത്തിൽ എവിടെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ളത്? കേന്ദ്രം പറയുന്നത് പോലെ കേരളത്തിൽ ഇനി ഒരു അക്കൗണ്ട് കേരളത്തിൽ തുറക്കുമോ? അതിനെപ്പറ്റി നമ്മൾ നല്ലോണം ആലോചിച്ച് നാളെ നല്ലൊരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.